വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ സംസാരിക്കാൻ വന്നിട്ടുള്ളത് ഒരു ടി വി ഷോനെ പറ്റി പറയാനാണ്. എൻ്റെ വീട്ടുകാരെ വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്തൊരു ടി വി ഷോ, ഞാൻ ബിഗ് ബോസ്. ബേസിക്കലി എല്ലാവരും പറയും ബിഗ് ബോസിൽ എന്തുള്ള കുറേ ആൾക്കാർ കൂടി തല്ലുകൂടുന്നു, ഫുഡിന് വേണ്ടി അടിണ്ടാക്കുന്നു, അതിന് വേണ്ടി അടിണ്ടാക്കുന്നു, ചെറിയ കാര്യത്തിന് വേണ്ടി അടിണ്ടാക്കുന്നത്, അല്ലാണ്ട് ഈ ബിഗ് ബോസിൽ എന്താ ഉള്ളതൊക്കെ ഞാൻ കുറേ പേര് ചോദിക്കുന്നുണ്ട്. ഞാൻ അത്ര വലിയ ബിഗ് ബോസ് ഫാനാണെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ ഞാൻ ബിഗ് ബോസ് കാണാറുണ്ട്. കണ്ടില്ലെങ്കിലും ഫുൾ എപ്പിസോഡായിട്ട് കണ്ടില്ലെങ്കിലും അറ്റ്ലീസ്റ്റ് റീൽസ് ആയിട്ടൊക്കെ കാണാറുണ്ട്. അതുപോലെ വീക്കെൻഡ് എപ്പിസോഡ്സും കാണാറുണ്ട്. ബിഗ് ബോസ് നമ്മളുടെ സാധാരണക്കാരെ ഒരു നല്ല രീതിക്ക് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടെന്ന് പറയാൻ കാരണം വേറെ ഒന്നുമല്ല, ബിഗ് ബോസിലെ എല്ലാ സീസണിലും അവർ ഒരു കണ്ടസ്റ്റൻ്റെങ്കിലും LGBTQ കണ്ടസ്റ്റൻസിനെ കൊണ്ടുവരാൻ നോക്കാറുണ്ട്. എനിക്ക് തോന്നുന്നു ഫസ്റ്റ് സീസൺ ഞാൻ കണ്ടിട്ടില്ല, അതൊന്നും എനിക്കറിയില്ല. സെക്കൻഡ് സീസൺ തൊട്ടിട്ട് അവർ ഒരാളെങ്കിലും അങ്ങനെ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. അതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ വീട്ടിലിരിക്കുന്ന സാധാരണക്കാർക്ക് അങ്ങനെ ഒരു കമ്മ്യൂണിറ്റി ഉണ്ടെന്നും അങ്ങനെ ഒരു ആൾക്കാർ നമ്മുടെ സമൂഹത്തിൽ നമ്മളുടെ കൂടെ ജീവിക്കുന്നുണ്ടെന്നും മനസ്സിലാക്കാൻ പറ്റി. അപ്പം മനസ്സിലാക്കാൻ മാത്രമല്ല, അവരെ ഉൾക്കൊള്ളാനും പറ്റി. എൻ്റെ അമ്മാമ്മയ്ക്കൊക്കെ വന്ന ആദരനെ ഭയങ്കര ഇഷ്ടമാണ്. പുള്ളിക്കാരിയുടെ സ്വഭാവം കൊണ്ടാണ് അമ്മാമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടത്. ആളൊരു ട്രാൻസ്ജെൻഡർ ആയതുകൊണ്ടുള്ളൊരു എന്താ പറയുക വിദ്വേഷമോ ഒരു ഇഷ്ടക്കേടോ ഒന്നും കാണിച്ച് ഞാൻ കണ്ടിട്ടില്ല. എന്ന് നല്ല കുട്ടിയാണ് ആദരാണ് പറയണത് ഞാൻ കേട്ടിട്ടുണ്ട്. ഈ ട്രാൻസ്ജെൻഡേഴ്സ് ആയാലും ഈ ലെസ്ബിയൻസ് ആയാലും ഒറ്റയ്ക്കുള്ള കണ്ടസ്റ്റൻസ് ആണ് ഈ കഴിഞ്ഞ സീസണിലൊക്കെ വന്നിട്ടുള്ളത്, ഒരാളായിട്ടാണ്. അപ്പോൾ അവരൊരു ഇൻഡിവിജ്വലായിട്ട് അമ്മാമൊക്കെ അവർ ലെസ്ബിയൻ ആണെന്ന് പറഞ്ഞാൽ ഓക്കെ അതെന്താണെന്നൊന്നും പുള്ളിക്കാർക്ക് അങ്ങനെ കാര്യമായിട്ട് അറിയില്ലായിരുന്നു. നോക്കുമ്പോൾ ഒരു പെൺകുട്ടി ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ലെസ്ബിയൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെണ്ണിനോട് ഇഷ്ടമുള്ളവരെയാണെന്നൊക്കെ പറഞ്ഞ് ഞാൻ മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ടെങ്കിലും അത്രയ്ക്ക് അങ്ങോട്ട് എന്താ പറയുക ആക്സെപ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ അത്രയ്ക്ക് ആക്സെപ്റ്റ് ചെയ്യാനോ അതിലൊന്നും കാണുന്നില്ലല്ലോ. പുള്ളിക്കാരി ഒരു ഫീമെയിൽ കണ്ടസ്റ്റൻ്റ് ആയിട്ടാണ് അവരെ കണ്ടിട്ടുള്ളത്. പക്ഷേ ഈ സീസണിൽ ആദിലെ നൂറേയും കപ്പിളായിട്ട് വന്നപ്പോൾ അതൊരു വലിയ ചേഞ്ചായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം അവരുടെ ഒരു കമ്പാനിയൻഷിപ്പൊക്കെ കാണുമ്പോൾ ഓക്കെ അവർക്ക് മനസ്സിലാവുന്നുണ്ട്, ഓക്കെ അവരും നോർമലാണ്, ഒരു നോർമൽ പീപ്പിളിനെ പോലെ ആണെന്ന് മനസ്സിലാക്കി അവരെ ഉൾക്കൊള്ളുന്നുണ്ട്. എൻ്റെ അമ്മയും അമ്മാമയൊക്കെ അവരെ ആക്സെപ്റ്റ് ചെയ്യാന്ന് പറയുന്നത് ഒരു വലിയ കാര്യമാണ്. കാരണം അവരുടെ ജനറേഷനിലുള്ളവരൊന്നും ഒട്ടും ആക്സെപ്റ്റ് ചെയ്യാത്തൊരു കാര്യത്തിനെയാണ് അവർ ഒരു റിയാലിറ്റി ഷോയിലെ കണ്ടിട്ട് അവർ ആ കുട്ടികളെ ഇഷ്ടപ്പെടുന്നുണ്ട്, അവരെ ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് പറയുമ്പോൾ അതൊരു വലിയ കാര്യമില്ലേ. ഈ ലക്ഷ്മി വീട്ടിൽ കയറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ടൊരു സീനൊക്കെ ഉണ്ടായപ്പോൾ ഇവർ പറയുന്നുണ്ടായിരുന്നു, എന്നാണല്ലേ അങ്ങനെ പറയുന്നേ, ഒരാളെയും അവരും മനുഷ്യന്മാരല്ലേ ഇങ്ങനെയൊക്കെ പറയാൻ പാടുള്ളൂ. ഇവരത് പറയുമ്പോൾ ഐ വാസ് സോ പ്രൗഡ് ദാറ്റ് ഓക്കെ അവർക്കതൊക്കെ ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ടല്ലേ എന്ന്. ആ കാര്യത്തിൽ എനിക്ക് ഏഷ്യാനെറ്റിനോടും ഈ ബിഗ് ബോസ് ക്രൂവിനോടൊക്കെ ഒരുപാട് നന്ദി പറയാറുണ്ട്. വേറെ ഒന്നും കൊണ്ടല്ല, നമ്മുടെ വീട്ടിലിരിക്കുന്ന ഈ ഓൾഡർ ജെൻ അമ്മാമ അച്ഛന്മാർക്കൊക്കെ ഇങ്ങനെയുള്ളവർ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു മെയിൻ കാര്യം എന്ന് പറയുന്നത് ഇവരാണ്. നമ്മളുടെ ജനറേഷനിലുള്ളവരായപ്പോലും ഇതിനൊക്കെ പറ്റി അറിയുന്നത് എങ്ങനെയാണ് ഈ സീരീസൊക്കെ. ഞാനും അറിയുന്നത് ഈ സീരീസൊക്കെ കണ്ടിട്ടാണ്. ഇങ്ങനെയുള്ള കാറ്റഗറീസ് ഉണ്ടെന്ന് അറിയുന്നല്ലാതെ കുറച്ചും കൂടി എനിക്ക് അവരുടെ അടുത്ത് ഓക്കെ അവരൊന്നും പ്രശ്നമില്ല എന്ന് തോന്നി. അവരെനിക്ക് ഇഷ്ടപ്പെട്ട് തുടങ്ങിയതിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് ഈ നെറ്റ്ഫ്ലിക്സിലെ സീരീസ് കണ്ടിട്ടാണ്. നെറ്റ്ഫ്ലിക്സിലെ സീരീസ് കാണുമ്പോൾ അവരെല്ലാ കാറ്റഗറി ഓഫ് ആൾക്കാരെയും വെച്ചിട്ടായിരിക്കുമല്ലോ ഒരു സീരീസ് എടുക്കുന്നത്. അപ്പോൾ നമുക്ക് തോന്നും ഓക്കെ ദേ ഓൾ ആർ നോർമൽ പീപ്പിൾ. നമുക്ക് അങ്ങനെ മനസ്സിലായത് അങ്ങനെ സീരീസ് കണ്ടിട്ടില്ലേ. അതുപോലത്തെ സീരീസോ സിനിമയോ അതൊന്നും ഇവർ കാണുന്നില്ലല്ലോ. അപ്പോൾ പിന്നപ്പോൾ അവർക്ക് അതൊരു വലിയൊരു കാര്യമാണ് ഈ ബിഗ് ബോസിലൂടെ അത് കാണാന്ന് പറയുന്നത്. സിനിമ പോലും അല്ല, ആക്ടിങ് പോലും അല്ല, അവരവരുടെ സ്വന്തം ജീവിതമാണ് കാണിക്കുന്നത്. സോ എനിക്ക് ആ ബിഗ് ബോസിൻ്റെ അടുത്ത് ആ ഒരു കാര്യത്തിൽ ഭയങ്കര ഒരു നന്ദി പറയാനുണ്ട്. ബിക്കോസ് ബോധവൽക്കരണപ്പെടുന്നുണ്ട്, നമ്മളുടെ വീട്ടുകാർ ബോധവൽക്കരണപ്പെടുന്നുണ്ടെന്നല്ല ഞാൻ പറയും. ആക്ച്വലി കേരളത്തിലുള്ള എല്ലാവരും ഈ ഒരു ഷോ കണ്ട് ഇവരെ ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ടെന്നൊന്നും ഞാൻ പറയുന്നില്ല. കുറച്ച് പേരെങ്കിലും ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്, വളരെ ചുരുക്കം പേരെങ്കിലും ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനൊരു വലിയ കാരണം ഈ ബിഗ് ബോസ് ഷോയാണ്. എനിക്കറിയാം ഇപ്പോഴും ഇവരൊന്നും ആക്സെപ്റ്റ് ചെയ്യാത്ത ഹെയ്റ്റുള്ള ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. ബട്ട് അവരും മനുഷ്യന്മാരല്ലേ, നമുക്കൊരു ദ്രോഹവും ചെയ്യുന്നില്ലെങ്കിൽ പിന്നെ എന്തിനാണ് നമ്മൾ അവരെ വെറുക്കേണ്ട ആവശ്യം, എന്തിനാണ് നമ്മളവരെ ആറ്റി നിർത്തേണ്ട ആവശ്യം. അവർ മനുഷ്യന്മാരല്ലേ, നമ്മളെപ്പോലെ പച്ചയായ മനുഷ്യന്മാരിൽ എല്ലാ കാറ്റഗറിയിലും എല്ലാ സെക്ഷുവാലിറ്റിയിലും പൊട്ടയും നല്ലതൊക്കെ ഉണ്ട്. ഇപ്പോൾ പെണ്ണുങ്ങളിൽ തന്നെ അല്ലെങ്കിൽ ആണുകളിൽ തന്നെ നല്ല ആൾക്കാരുണ്ട്, പൊട്ട ആൾക്കാരുണ്ട്. ആ സെയിം സാധനം തന്നെയാണ് അവിടെ ട്രാൻസ്ജെൻഡറിലും നല്ല ആൾക്കാരും പൊട്ട ആൾക്കാരുണ്ടാവും. അല്ല, ഓരോ സെക്ഷുവാലിറ്റിയിലും നല്ലതും പൊട്ടയുണ്ട്. അതിൽ 2 പേര് പൊട്ട ചെയ്തെന്ന് വെച്ചിട്ട് ഒരു മൊത്തം കൂട്ടത്തിൽ നമ്മൾ പൊട്ടയാക്കാൻ പാടില്ലല്ലോ. മനുഷ്യന്മാരാണെന്ന് കണ്ട് അവരെ ആക്സെപ്റ്റ് ചെയ്യുന്നത്, അവർ പഠിച്ചതൊക്കെ തെറ്റാന്ന് അറിഞ്ഞവർ അത് അൺലേൺ ചെയ്യുന്നുണ്ടല്ലോ, അതും ഈ ഒരു ഏജിൽ അതൊരു വലിയ കാര്യമായിട്ട് എനിക്ക് തോന്നി. സോ
എല്ലാവരും അതുപോലെ അൺലേൺ ചെയ്യണം. നമ്മൾ പഠിച്ചതെല്ലാം ശരിയാണെന്ന് വിചാരിച്ചിപ്പോൾ ഇരിക്കരുത്. നമ്മൾ പഠിച്ചതിൽ പലതും തെറ്റുണ്ട് എന്ന് കാലം തെളിയിക്കുമ്പോൾ അത് ആക്സെപ്റ്റ് ചെയ്ത് നമ്മൾ പഠിച്ചതിന് അൺലേൺ ചെയ്യണം. ഇങ്ങനെയാണ് വേണ്ടത്. എല്ലാവർക്കും നല്ലത് അതാണ്. അപ്പം അത്രയേ ഉള്ളൂ. ഇന്നത്തെ ഒരു വീഡിയോ ബിഗ് ബോസിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ശരി, ബൈ, സീ യു.